പിശാചിന്റെ സാമീപ്യം ഉണ്ടായിരിക്കും. അതിന് ഞാൻ പറയാം, ഒരാൾക്ക് പറയാൻ പറ്റൂല ഇന്റെ അടുത്ത് പിശാച് വരില്ല എന്ന് പറഞ്ഞാൽ അവൻ വലിയ പിശാചായിരിക്കും. കാരണം മറ്റേ പിശാചിന് അവൻ്റെ അടുത്ത് വരേണ്ടത് ആവശ്യമില്ല എന്നായിരിക്കും. അല്ല, പിശാച് വരാത്ത ഒരാളും ഇല്ല. പിശാചിന്റെ സാമീപ്യമില്ലാത്ത ഒരാളും ഇല്ലെന്ന് പുണ്യ റസൂൽ. അപ്പോൾ സദസ്സെന്ന് ഒരാൾ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, പിശാചിന്റെ സാമീപ്യമില്ലാത്ത ഒരാളും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളോ വലാ അന, ഞാനുമില്ല, നിന്റെ അടുത്തും വരും. പക്ഷേ നസഹ്തുഹു, നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഞാൻ അവനോ അങ്ങോട്ട് ഉപദേശം കൊടുക്കും. അസ്ലമ, അങ്ങനെ നിന്റെ അടുത്ത് സാധാരണ വരാറുള്ള ശൈത്താൻ ഇപ്പോൾ മുസ്ലിമായി കഴിഞ്ഞു. ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈരിൻ, ഇപ്പോൾ അയാൾ എന്നോട് നല്ലതല്ലാതെ ഒന്നും പറയാറില്ല. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണം. ശൈത്താൻ ഹബീബായ നബിയുടെ അരികിലും വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് ഇങ്ങോട്ട് ദോഷം പറയുന്നതിന് മുമ്പ് ഞാൻ അവനോട് നല്ലത് അങ്ങോട്ട് പറഞ്ഞു. ഫഅസ്ലമ, അങ്ങനെ മുസ്ലിമായി. ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈരിൻ, ഇപ്പോൾ ഖൈറല്ലാതെ അവൻ എന്നോട് ഉപദേശിക്കാറില്ലെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ശൈത്താന്റെ സാമീപ്യമില്ലാത്ത ഒരാളും ഇല്ല. അത് ഞാൻ 3 ഘട്ടം നിങ്ങൾക്ക് മിനിഞ്ഞാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ഘട്ടം ഏതാണ്? ഒരു ഘട്ടം പിതാവിന്റെ ശാരീരിക സംസർഗ വേളയിൽ വരെ അവൻ കയറിക്കൂടാൻ നോക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ മാമിൻ മൗലൂദിൻ യൂലദു ഇല്ലാ വയദ്രിബു ശൈത്താനു, പിശാചിന്റെ അടി കിട്ടാത്ത ഒരു കുട്ടിയും പ്രസവിക്കുന്നില്ലെന്ന് പുണ്യ റസൂൽ. ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും സ്വഹീഹുകളിൽ രേഖപ്പെടുത്തി. ഫയസ്തഹില്ലു സാരിഖാ, അപ്പോഴാണ് അവൻ അട്ടഹസിക്കുന്നത്, കുട്ടി അട്ടഹസിച്ച് കരയുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് 2ാമത്തെ ഘട്ടമാണ്. ഏതുവരെ പിന്നെ അവൻ എന്നെ ശൈത്താൻ എവിടെയും അവൻ ഇങ്ങനെ പാഞ്ഞു, അവന്റെ രക്തമുള്ളിടത്ത് മുഴുവൻ ശൈത്താൻ ഓടും. രക്തം നടക്കുന്നിടത്തൊക്കെ ശൈത്താൻ ഓടും എന്ന് പറയാൻ കാരണം എന്താ? രക്തം നടക്കാത്തടത്ത് ഓടൂല എന്നല്ലേ എന്റെ അർത്ഥം. എന്ന് രക്തം നടക്കുന്നിടത്ത് ഓടും എന്ന് പറയുന്നത് ഇബാറത്തുൻ ഹയാത്തിഹി, ജീവനുള്ള മനുഷ്യനെ മുഴുവനും അവൻ സ്വാധീനിക്കുമെന്ന വാക്കാണ് ആ പറഞ്ഞത്. രക്തം നിലച്ചുപോയ ആള് മരിച്ചല്ലോ, മരിച്ച ആളെ ശൈത്താൻ ആവശ്യമില്ല. ജീവനുള്ള കാലത്തോളം ശൈത്താൻ നമ്മളെ പിടികൂടും എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുവരെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക. പിതാവിന്റെ ശാരീരിക സംസർഗ ബന്ധത്തിൽ വരെ കയറാൻ നോക്കും. പിന്നെ പ്രസവിക്കപ്പെടുന്ന ഘട്ടത്തിൽ പിശാച് അടിക്കും. പിന്നെ എവിടെയുണ്ടാവും രക്തമുള്ളിടത്ത് മുഴുവൻ പിശാച് ഉണ്ടാവും. ഇതുവരെ ഇദാ ഹളറ അഹദകുമുൽ മൗത്ത് യതീഹി ഇബ്ലീസ് ബിജുനൂദിഹി, ഇതുവരെ മരണവേളയിൽ ഇബ്ലീസ് പട്ടാളത്തെ കൊണ്ട് വന്ന് നശിപ്പിക്കാൻ നോക്കുമെന്ന് പുണ്യ റസൂൽ. ഈ ഘട്ടത്തിലെല്ലാം പിശാച് വരുന്നുണ്ട്. പിശാചിനെ ഒരിക്കലും നമുക്ക് വരില്ല എന്നൊരവസ്ഥ പറ്റൂല. പിന്നെ പോയാലും വരും. ശ്രദ്ധിക്കണേ. എന്തുകൊണ്ട്? പിശാചിനെ ഖുർആൻ അവസാനത്തെ സൂറത്തിൽ പരിചയപ്പെടുത്തിയത് ഖന്നാസ് എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും അവൻ സ്ഥിരമായി വിട്ടു നിൽക്കൂല. ഖന്നാസ് വരും, മറയും, വീണ്ടും വരും. ഖന്നാസ് എന്ന വാക്കിന്റെ താല്പര്യം അങ്ങനെയാണ്. ശ്രദ്ധിക്കണേ. അതായത് നമ്മൾക്ക് ബോധം വന്നാൽ അവൻ മാറി നിൽക്കും. നമ്മൾ ബോധം അല്ലാഹു എന്ന ചിന്തയെന്ന് നമ്മൾ തെറ്റിയാൽ അവൻ വരും. അല്ലാഹു എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തിയാലോ അവൻ ഓടും. അപ്പോൾ അവൻ വളരെ പരിസരത്ത് തന്നെ ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മുടെ ഒരു വെളിപ്പാടകലത്തിൽ ശൈത്താൻ ഉണ്ടായിരിക്കും, നോക്കിക്കൊണ്ടേ ഉണ്ടായിരിക്കും എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പിശാചിന്റെ അവസ്ഥ അവൻ അവസാനത്തെ സൂറത്തിൽ പറഞ്ഞത് അവൻ ഖന്നാസ് വരും. നമ്മൾക്ക് ബോധമുണ്ടെങ്കിൽ ഓടും, മറഞ്ഞു നിൽക്കും. നമ്മൾക്ക് എപ്പോഴെങ്കിലും അല്ലാഹു എന്ന ചിന്ത ഇല്ലാതായാലോ തിരിച്ചു വരും. അപ്പോൾ പിശാച് ഒരിക്കലും അവസാനമായി പോകില്ല. പിശാച് ഒരിക്കലും പോകില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പോയാലും വരും. ഖനസ, പോയി മറഞ്ഞു തിരിച്ചു വരാൻ കാത്തു നിന്നു.
വീണ്ടും ഖന്നാസ് വീണ്ടും വരും. നമുക്ക് ബോധം വന്നാൽ വീണ്ടും ഓടും, നമ്മൾക്ക് ബോധം പോയാ വീണ്ടും വരും. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. അപ്പോൾ ഒരിക്കലും ശൈത്താനിൽ നിന്ന് പൂർണ്ണമായി അവനെ നിർഭയനാകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. പാഠം വളരെ ചിന്തിക്കണം. ശൈത്താനെ നിർഭയനാകുന്ന ഒരു അവസ്ഥ ഇല്ല. വളരെ ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എപ്പോഴും അവൻ നമ്മളെ ഇങ്ങനെ എന്തുകൊണ്ട് ഏത് നല്ല വഴിയും ഏത് നല്ല വഴിയാണ്, ഏത് തിന്മ വഴിയും തുറക്കും. ഒരു പള്ളിയില് ഒരു ചെറിയ ഒന്നും തള്ളും ഉണ്ടായാൽ മതി, പോലീസ് വന്നാൽ പള്ളി വിട്ടു. പിന്നെ ഒരു 4 കൊല്ലം പോലീസിന്റെ പിന്നാലെ അറിഞ്ഞാലും തുറന്നിട്ടില്ല. മഹാറാട് പള്ളി ആകെ ആയുധധാരികൾ കയറി വന്ന പള്ളി ഒന്നാണ്. എത്രയോ പള്ളി പൂട്ടിയിട്ടുണ്ട്. ഇവിടെ സലീമും കലക്ടറായിരുന്ന സമയത്ത് ഇത് സംബന്ധമായി പല കാര്യങ്ങൾക്കും ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. പോലീസ് കമ്മീഷണറും കലക്ടറും ഒക്കെ കൂടി ഈ വിഷയത്തിൽ അന്ന് ചർച്ച നടത്താൻ പല ചർച്ചയിലും ഞാനുണ്ടായിരുന്നു. പോലീസുകാരോട് കലക്ടറോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ബാക്കിയുള്ള പള്ളി പൂട്ടിയത്, എന്തിനാ പൂട്ടിയത്? കലക്ടർക്ക് പോലീസിനും അറിയില്ല. എന്തുകൊണ്ടല്ല അത് തുറക്കാതിരിക്കുന്നതിന് പിന്നിൽ ശൈത്താൻ. ഞാൻ തിരിച്ചൊരു അനുഭവം പറഞ്ഞുതരാം. എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഒരു വഴിയിൽ ഒരു കള്ളുഷാപ്പ് ഉണ്ടായി. എന്റെ വീടിന് ഏകദേശം കുറച്ച് ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്ത്. ഒരു ദിവസം ആ കള്ളുഷാപ്പിൽ അടിപിടിയും കൊലപാതകം നടന്നു. അങ്ങനെ കള്ളുഷാപ്പ് പൂട്ടി. അന്ന് ഞാൻ അതുവഴി ഇങ്ങനെ വന്നപ്പോ കുറെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. എന്താന്ന് വെച്ചപ്പോ ഇന്ന് ഇവിടെ ഒരു കൊലപാതകം നടന്നു, അങ്ങനെ പൂട്ടിയ പോലീസ് ഉണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മള് സമാധാനിച്ചു, ഉറപ്പേ കൊലപാതകം നടന്നല്ലോ, ഇനി അടുത്തൊന്നും ഈ കള്ളുഷാപ്പ് ഏതായാലും തുറക്കൂലല്ലോ. വലിയ റാഹത്തില് ആയി എനിക്ക്. പിറ്റേന്ന് രാവിലെ പോരേന്ന് തിരിച്ചു വരുമ്പോ കള്ളുഷാപ്പ് തുറന്നിട്ടുണ്ട്. ആ കള്ളുഷാപ്പ് ഇന്നുണ്ട്. എന്റെ ചിന്തിക്കും, മാറാട് പള്ളി പൂട്ടിയത് എന്തിനാണെന്ന് പോലീസിന് അറിയൂല. വെറുതെ പറയില്ല, പോലീസിനറിയാം, എന്തിനാ അറിയൂല. എന്റെ പൂട്ടിപ്പോയില്ല, ഇനിയിപ്പോ തുറക്കണമെങ്കിൽ നിയമം വരണം, ആഭ്യന്തര വകുപ്പിൽ നിന്ന് സാങ്ഷൻ കിട്ടണം, അല്ലാതെ കഴിയില്ല. പൂട്ടിയത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയൂല. ഇതാണ് പോലീസ് ഭാഷ. എത്രയോ തവണ പോലീസ് നമ്മളോട് എന്തിനാ പൂട്ടി അറിയൂല. എന്തുകൊണ്ട് എല്ലാ നല്ല വഴിയും ഞാൻ ഇരുന്ന് തടയും എന്ന് ശൈത്താൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരിക്കലും ശൈത്താനെ പൂർണ്ണമായി ഒഴിവാക്കുക എന്ന് പറയുന്നത് നമ്മളെപ്പോലത്തെ ആളുകൾക്ക് നടക്കൂല. പിന്നെ എന്തേ ഉള്ളൂ, നമ്മൾ ഭയങ്കരം ഇന്റലിജന്റ് ആവും. ഈ ഇന്റലിജന്റ് ആവുന്ന അവസ്ഥക്കാണ് ദിക്റുല്ലാഹ് എന്ന് പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ.